ടർബോ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ അത്ര വലിയ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മിനിമം എക്സ്പെക്ടേഷൻ തന്നെയാണ് പടം കാണാൻ പോയത്. ബട്ട് പടം കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രതീക്ഷ വെറുതെ ആയില്ല എന്ന് എനിക്ക് തോന്നി. കാരണം വളരെയധികം ഡിസപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സിനിമയിലേക്ക് വന്നാൽ ടർബോ ജോസ് എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഇടുക്കിയിൽ ചില പെരുന്നാളിൽ അടിപിടി അങ്ങനെയുള്ള ബഹളങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടർ അവിടെയുള്ള നാട്ടിലത്തെ ചില പ്രശ്നങ്ങൾ കാരണം ചെന്നൈയിലേക്ക് വരുന്നു. അതിന്റെ ചെന്നൈയിൽ പിന്നീട് ഉണ്ടാവുന്ന ചില സംഭവങ്ങളാണ് സിനിമയുടെ മെയിൻ ആയിട്ടുള്ള പ്ലോട്ട്. ഈ പടത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് സൈഡ് ഇപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിലും മമ്മൂട്ടിയുടെ ആ ഒരു ക്യാരക്ടർ ടർബോ ജോസ് എന്ന് പറയുന്ന ക്യാരക്ടർ അദ്ദേഹത്തിന് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അറിയാലോ മമ്മൂട്ടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറിൽ അപ്പൊ ഇടുക്കിക്കാരന്റെ സംസാര രീതിയും അല്ലെങ്കിൽ എല്ലാം ഓപ്പൺ ആയിട്ട് പറയും എന്നുള്ള ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ ചെന്നൈയിൽ എത്തിയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ. അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു പോസിറ്റീവ്. ആൻഡ് ഈ സിനിമയുടെ കഥ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആ ഒരു കഥയിലേക്ക് കടക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഇത് പറഞ്ഞു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ബാങ്കിങ് സെക്ടറായിട്ട് അത്രത്തോളം റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ സംഭവങ്ങൾ. ആൻഡ് അതൊരു സൈബർ ക്രൈം ത്രില്ലറിന് എടുക്കാവുന്ന നല്ലൊരു ടോപ്പിക് ആയിരുന്നു. ബട്ട് പടത്തിന്റെ പിന്നീടുള്ള പോക്കിൽ അതും അലിഞ്ഞു ചേർന്ന് ഇല്ലാതായി തന്നെ പറയാം. പിന്നീട് പറയേണ്ടത് ഈ സിനിമയുടെ വില്ലൻ ക്യാരക്ടർ പറയുകയാണെങ്കിൽ രാജ്ബി ഷെട്ടി. കാരണം നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടറിന്, പ്രത്യേകിച്ച് ഇത് അനൗൺസ് ചെയ്ത സമയവും പിന്നെ ട്രെയിലറിൽ ആ ഒരു ക്യാരക്ടറിന്റെ ചില ഇന്റർവ്യൂ ഒക്കെ കാണിച്ചപ്പോൾ തന്നെ. പക്ഷെ വലിയൊരു പെർഫോമൻസിന് സ്കോപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആ ക്യാരക്ടർ തന്നെ പറയുന്നുണ്ട് ഇടയ്ക്ക് ക്ലീഷേ എന്നൊക്കെ. ഇത് വളരെ ക്ലീഷേ ആയി പോയി എന്നൊക്കെ. സോ ആ ഒരു ക്യാരക്ടർ അത് തന്നെയായിരുന്നു, വളരെ ക്ലീഷേ ആയി പോയി എന്ന് തന്നെ പറയാം. സിമ്പിൾ ആയിട്ട് അവസാനിപ്പിച്ച് കളഞ്ഞു. ആൻഡ് ഈ സിനിമയുടെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോകുമ്പോൾ പലയിടത്തും ആക്ഷൻ കൊറിയോഗ്രഫി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബട്ട് എവിടെയും ആക്ഷൻ കൊറിയോഗ്രഫി അത്രത്തോളം ഗംഭീരം എന്ന് തോന്നിയില്ല. കാരണം ഈവൻ ഫസ്റ്റത്തെ ഒരു പെരുന്നാൾ ഫൈറ്റ് കാണിക്കുന്നുണ്ട്, പെരുന്നാളിന്റെ ഇടയിലുള്ള ഒരു അടി. ഇപ്പൊ ക്ലൈമാക്സിലത്തെ ഫൈറ്റ് സീക്വൻസ് ആയാലും ശരി, ഇതിന്റെ ഇടയിൽ എവിടെ പോലും അത്ര വലിയ മികച്ചു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഈ പടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ വിഷമകരമായിട്ട് തോന്നി. സിനിമയുടെ ആ ഒരു ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഞാൻ അതിന് മുന്നേ വിചാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. കാരണം ഈ ഈക്വലൈസർ 3 എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരു മൂവി റിലീസ് ചെയ്തിരുന്നു ഡെൻസൽ വാഷിംഗ്ടന്റെ. ആ ഒരു ക്യാരക്ടറിന്റെ ഏജ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് ചെയ്യാവുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ആ സിനിമയിൽ ഉണ്ടായിരുന്നു. അപ്പൊ മമ്മൂട്ടിയുടെ ക്യാരക്ടറിന് അതുപോലത്തെ വളരെ സിമ്പിൾ ആണെങ്കിലും മാസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസ് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ബട്ട് പടത്തിന്റെ മൊത്തം ഇപ്പോ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ള ആക്ഷൻ സീക്വൻസുകളൊന്നും നല്ല നിലവാരം പുലർത്തിയില്ല എന്ന് തന്നെ തോന്നി. ബട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു എഫേർട്ട് അദ്ദേഹം ഇട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ആ ഒരു ഫാക്ടർ തന്നെയാണ്. പല കാര്യങ്ങളും ഇപ്പൊ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടന്റെ ഒരു പ്രസൻസും ചില സീനുകളിലൊക്കെ അതൊക്കെ തന്നെയായിരുന്നു ഒരു പോസിറ്റീവ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. ബട്ട് ബാക്കിയെല്ലാം ശരിക്കും പറഞ്ഞ നെഗറ്റീവ് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് അത് എടുത്തു പറയാതെ വയ്യ. നല്ല രീതിയിൽ സിനിമേനെ ബാക്കൗട്ട് അടുപ്പിച്ചു. വൈശാഖ് അതൊരു മേക്കിംഗ് സ്റ്റൈൽ കൊണ്ടും മറികടക്കാൻ ശ്രമിച്ചെങ്കിലും എവിടെയും പടത്തെ എത്തിയില്ല എന്ന് തന്നെ പറയാം. ആൻഡ് പടം അവസാനിക്കുമ്പോൾ ഒരു വോയിസ് ഓവർ കേൾപ്പിച്ചിട്ടുണ്ട്. ആൻഡ് അത് അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അത് സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിലാണ് പടം അവസാനിപ്പിച്ചിട്ടുള്ളത്. ബട്ട് അറിയില്ല എന്തായിരിക്കും ഇനിയിപ്പോൾ അടുത്ത പാർട്ടിൽ ഉണ്ടാവാൻ പോകുന്നതെന്നുള്ളത്. ഇപ്പൊ ക്രിസ്റ്റോ സേവിയറിന്റെ BGM ആയാലും ശരി, സിനിമ നമ്മുടെ ട്രെയിലറിൽ കണ്ടിട്ടുള്ള ആ ഒരു BGM മാത്രം ശരിക്കും ഈ പടത്തിലുള്ളൂ. അല്ലാതെ വലിയ രീതിയിലുള്ള നല്ലൊരു മ്യൂസിക്കോ അല്ലെങ്കിൽ നല്ലൊരു BGM, ഭീഷ്മപർവം എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു മ്യൂസിക് നമുക്ക് ഇപ്പോഴും ഓർത്തെടുക്കാൻ പറ്റും. ആ ഒരു BGM ഒക്കെ മൈക്കിളപ്പന്റെ എൻട്രിയുടെ ഒക്കെ. ബട്ട് ഇതിൽ അത് നല്ല രീതിയിൽ മിസ്സിങ് തന്നെയായിരുന്നു. നല്ലൊരു തിയേറ്റർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാണാന്നുള്ള രീതിയിൽ തന്നെയാണ് പോയത്. ബട്ട് പടം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ഡിസപ്പോയിന്റഡ് ആയി പോയി. ഇപ്പോൾ ബാക്കിയുള്ള സെക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമാറ്റോഗ്രഫി ഒക്കെ ഇടുക്കിയിലത്തെ ചില സീക്വൻസുകളൊക്കെ എടുത്തിട്ടുള്ളത് നന്നായിട്ട്. അത്യാവശ്യം ഗ്രേഡിങ്ങും ചില സൗണ്ട് മിക്സിങ്ങും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സിൽ ബിന്ദു പണിക്കര്, ശബരീഷ് വർമ്മ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ അവരവരുടെ സ്പേസ് നന്നായിട്ട് തന്നെ അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് പടത്തെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യാം.